ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാനും ദൃശ്യം 3 കണ്ടിരിക്കുവാണ്. ആൻഡ് യെസ്, വൺസ് അഗെയിൻ ജോജു ആൻഡ് ഫാമിലി ഇസ് ബാക്ക്. ദൃശ്യത്തെ കുറിച്ച് പറയുവാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ എനിക്ക് തോന്നുന്നു മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന്, ഇത്ര ഒരു ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരുപാട് റീച്ചും ഒരുപാട് റെക്കഗ്നിഷനും കിട്ടിയ ഒരു ഫിലിമാണ് ദൃശ്യം. എത്ര ലാംഗ്വേജിലാണ് റീമേക്ക് ചെയ്തപ്പെട്ടേക്കുന്നത് ആൻഡ് ഓൾസോ ഇന്റർനാഷണൽ റെക്കഗ്നിഷൻ. ഇപ്പൊ റീസെന്റ് കൊറിയയിൽ വരെ റീമേക്ക് ചെയ്യാൻ പോകുന്ന ന്യൂസ് ആണ് നമ്മൾ കേൾക്കുന്നത്. സോ ആസ് എ മലയാളി, അല്ലെങ്കിൽ ഇത്രയും ഒരു ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്രയും ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഇത്രയും ഒരു റീച്ച് കിട്ടിയ ഒരു മൂവിയിൽ നിന്ന് വി ഓൾ ക്യാൻ ബി സൂപ്പർ പ്രൗഡ് ഓഫ് ഇറ്റ്. നൗ കമ്മിങ് ബാക്ക് ടു ദൃശ്യം 3, വാസ് ഇറ്റ് റിയലി വർത്ത് ദ വെയിറ്റ്? ഇത്രയും ആന്റിസിപ്പേഷനും ഇത്രയും എക്സൈറ്റ്മെന്റും ഇത്രയും എന്താ പറയുക ഹൈപ്പും ശരിക്കും വർത്ത് ആയിരുന്നോ? വെൽ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദാറ്റ്. സത്യം പറഞ്ഞാൽ ഐ കംപ്ലീറ്റ്ലി അഗ്രി വിത്ത് ജിത്തു ജോസഫ് എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന ഒരു ഫാമിലി ഡ്രാമയാണ്. ഇറ്റ് ഇസ് ഇമോഷൻ ബിറ്റ്വീൻ ഫാമിലീസ്, എങ്ങനെയാണ് ലൈഫ് 13 ഇയേഴ്സ് ആയിട്ട് പോകുന്നു രണ്ട് ഫാമിലീസും തമ്മിൽ. ആൻഡ് ആ ഒരു കാര്യത്തിൽ പക്ക ജസ്റ്റിസ് ആണ് ജിത്തു ജോസഫ് പറഞ്ഞതുപോലെ. ഞാനും കംപ്ലീറ്റ്ലി അഗ്രി ചെയ്യുന്നു. ബട്ട് നമ്മുടെ കഴിഞ്ഞ 2 ഫിലിം കണ്ട ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക സ്ട്രക്ചർ ഓഫ് ദ മൂവി ഏകദേശം സെയിം തന്നെ ആണ്. ബട്ട് വൺ തിങ് ദറ്റ് ആക്ച്വലി ഡിൻ സ്റ്റാൻഡ് ഔട്ട് ഫോർ മീ ഇസ്, നമുക്ക് ജിത്തു ജോസഫ് എന്ത് പറഞ്ഞാലും യു വിൽ ഹാവ് ദാറ്റ് ഹൈപ്പ് ഇൻ യുവർ മൈൻഡ്. എന്താണെങ്കിലും ദർ ഇസ് സംതിങ് ദറ്റ്സ് ഗോയിങ് ടു കം അപ്പ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം എന്തെങ്കിലും സംഭവിക്കും, ഇപ്പൊ എന്തെങ്കിലും ടേണിംഗ് പോയിന്റ് ഉണ്ടാവും എന്നുള്ള എവറി സെക്കൻഡ് ബിക്കംസ് എ പോയിന്റ് വെർ യു എക്സ്പെക്ട് സംതിങ്. ആ ഒരു എക്സ്പെക്ടേഷൻ ലെവലിൽ നിന്ന് കാണാൻ പോവുകയാണെങ്കിൽ ദിസ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് വിൽ റീച്ച് യുവർ എക്സ്പെക്ടേഷൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, മൂവി വാസ് ഗുഡ്, ഇറ്റ് വാസ് വെൽ മെയ്ഡ്. ആ ഒരു പേസ് ആണെങ്കിലും പക്ക ഫാമിലി ഡ്രാമയായിട്ട് എല്ലാവരുടെയും ഇമോഷൻസ്, എല്ലാവരുടെ ഫീലിങ്സ്, 13 ഇയേഴ്സ് കഴിഞ്ഞുള്ള ഗ്രോത്ത്, ട്രാൻസിഷൻ എല്ലാം വ്യക്തമായി പ്രോപ്പർലി കാണിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇഫ് യു ടോക്ക് അബൌട്ട് അനൂസ് ക്യാരക്ടർ. അനു ഒരു കൊച്ചു കുട്ടിയായിരുന്നു ദൃശ്യം 1 നമ്മൾ കണ്ടത്, നമ്മുടെ എസ്തർ. ബട്ട് ഓവർ ദ ഇയേഴ്സ് ആ ഒരു കുട്ടിയുടെ ചേഞ്ച്, ആ ഒരു ടീനേജ് അല്ലെങ്കിൽ ആ ഒരു അഡോളസെൻസ് ആ ഏജിലേക്കുള്ള ഒരു ചേഞ്ച്, ക്യാരക്ടറൈസേഷൻ വ്യക്തമായി വളരെ കറക്റ്റ് ആയിട്ട് എസ്തർ പ്ലേ ചെയ്തിട്ടുണ്ട്. സോ അതിൽ തന്നെ കാണാം എല്ലാ ക്യാരക്ടേഴ്സിനും ചേഞ്ച് എന്തുമാത്രം ആ ഒരു മൂവിയിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് വി കുഡ് റിയലി സീ. ആ ഒരു കാര്യത്തിൽ പെർഫെക്റ്റ്ലി കാസ്റ്റ് എല്ലാവരും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓബ്വിയസ്ലി വി കാൻ സേ അബൌട്ട് മോഹൻലാൽ ആൻഡ് മീന ആൻഡ് ആൻസിബ ടു, ദേ ഓൾസോ പ്ലേഡ് റിയലി വെൽ. ബട്ട് ആസ് എ ഹോൾ ദ മൂവി ഇഫ് യു ആസ്ക് മീ, ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, ദർ ഇസ് എ സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ ദൃശ്യം 2 ദൃശ്യം 1 ആണ് നമ്മൾ റെഫറൻസ് വെച്ചേക്കുന്നത്. ആ ഒരു ലെവലിലേക്ക് പടം എത്തുമെന്ന് ചോദിക്കുക, ഫോർ മീ പേഴ്സണലി എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ട്വിസ്റ്റ് ടേൺ അല്ലെങ്കിൽ സസ്പെൻസ് മിസ്റ്ററി അല്ലെങ്കിൽ ആ ഒരു ജോ ഡ്രോപ്പിംഗ് മൂമെന്റ്സ്, ഇതൊന്നും ദൃശ്യം 2 ആ കോട്ട് സീൻ നമ്മളെല്ലാവരും ആ ഒരു ജോ ഡ്രോപ്പിംഗ് ആയിട്ട് കണ്ടിരുന്ന ഒരു മൊമെന്റ് ആണ്. ആ ഒരു ലെവലിലേക്ക് ഈ ഒരു സിനിമ എത്തിയിട്ടുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ പേഴ്സണലി ഡൗട്ടഡ്. എന്നാൽ പോലും യെസ്, ആ ഒരു പേസ് ഉണ്ട്, മൂവി കണ്ടിരിക്കാം. കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, പഴയ സിനിമകളിൽ നിന്ന് വരേണ്ട ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. ദർ ആർ സം സർപ്രൈസിങ് എലമെന്റ്സ് ഉണ്ട്, കുറച്ച് അവിടെ ഇവിടെയൊക്കെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. ജിത്തു ജോസഫിന്റെ ആ ഒരു എഴുത്തും കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ആൻഡ് യെസ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദൃശ്യം 4 ഒരു ത്രെഡ് കൊടുത്തിട്ട് തന്നെയാണ് ജിത്തു ജോസഫ് എന്താ പറയുക സിനിമ തീർത്തേക്കുന്നത്. സോ ദൃശ്യം 4 ഉണ്ടാവില്ലെന്ന് നമുക്കറിയില്ല. ബട്ട് ഡെഫിനറ്റ്ലി ദർ ഇസ് എ സ്കോപ്പ് ഫോർ ദൃശ്യം 4. അതിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ത്രെഡും സ്റ്റോറി ലൈനും ഒക്കെ പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചേക്കുന്നത്. അത് നമുക്ക് കണ്ടറിയാം. ബട്ട് ആസ് എ ഹോൾ ദൃശ്യം ഇസ് വാച്ചബിൾ, ഇറ്റ്സ് എ ഗുഡ് മൂവി, വെൽ മെയ്ഡ്. പക്ഷേ ആ ഒരു എക്സ്പെക്ടേഷൻ സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തുമ്പോൾ ചോദിച്ചുവാണെങ്കിൽ ഫോർ മീ പേഴ്സണലി ദൃശ്യം 2 ദൃശ്യം 1 വിൽ സ്റ്റിൽ സേ ക്ലാസിക്. ദൃശ്യം 1 being the OG that you cannot leave out. ദൃശ്യം 3 വെൽ കണക്റ്റഡ്, വെൽ മെയ്ഡ്, സ്റ്റോറി ലൈൻ വളരെ ഓർഗാനിക് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ദൃശ്യം 1 and 2 ലെവൽ എത്തുന്ന ചോദിക്കുകയാണെങ്കിൽ പേഴ്സണലി ഫോർ മീ ഇഫ് എ നോ. സോ ദാറ്റ്സ് മൈ ഓണസ്റ്റ് റിവ്യൂ അബൌട്ട് ദ മൂവി. പ്ലീസ് ഗോ വാച്ച് ദ മൂവി. അധികം എന്താ പറയുക ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് പോയില്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ബട്ട് യെസ്, ഇറ്റ്സ് എ മോഹൻലാൽ മൂവി, ഇറ്റ്സ് എ ഫാമിലി മൂവി ആൻഡ് ജോർജുകുട്ടി ആൻഡ് ഫാമിലി ഇസ് അഗൈൻ ബാക്ക്. ആൻഡ് അതേ പ്രമൈസസ്, അതേ ഹൗസ്, അതേ സറൗണ്ടിങ്സ്, ക്യാരക്ടേഴ്സ്, യുനോ ഇറ്റ്സ് ഓൾ സെയിം. സോ ദൃശ്യം ഫ്രാഞ്ചൈസിയിലേക്ക് വെച്ച് നോക്കുമ്പോൾ യുനോ ഇറ്റ് ഇസ് ആക്ച്വലി ഒരു കംപ്ലീഷൻ ആണോ എന്ന് ചോദിക്കുവാണെങ്കിൽ യെസ്, ഇറ്റ് ഇസ് എ കംപ്ലീഷൻ. 4 ഉണ്ടാവാം, ആവാതിരിക്കാം, നമുക്ക് അറിയില്ല. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. So this is my honest review of Drishyam 3. So yes, that's the whole thing that I want to say. So that's me, Jeff Aaron John, signing off. Goodbye.